എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും പാലക്കും കൂടെ ഉള്ള ഒരു കറിയാണ്. ഉള്ളി, മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, പാലക്ക്, സ്പിനച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചട്ടി എണ്ണ ഒഴിച്ച് ചൂടായപ്പം ജീരകം ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ചതിടാം. അതൊന്ന് വാടി വരട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ ഒരു സവാള അരിഞ്ഞത് വിട്ട്, സവാളയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി തൊലി കളഞ്ഞെടുത്ത് വെച്ചതാണ്. തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും വെള്ളമൊക്കെ ഇറങ്ങി പറ്റി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണേ. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം വെള്ളമൊക്കെ പറ്റി നമുക്ക് ഇനി ഇത് ഒന്നുകൂടെ ഇളക്കാം. ഒരു 1/4 ടീസ്പൂണ് ചുവന്ന മുളക് പൊടി ഇട്ട്, പച്ചമുളക് ഇട്ടതാ അതനുസരിച്ച് മുളക് പൊടി ഇടണം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക്, സ്പിനച്ച് അതിട്ട് കൊടുത്ത്, ഇതിൽ ഒത്തിരി വെള്ളമുണ്ട്. അത് വെള്ളം എല്ലാം ഇറങ്ങി പറ്റിയൊന്ന് വരണം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കണ്ട. ഇതിൽ വെള്ളം ഇറങ്ങി വരും. ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഈ വെള്ളം എല്ലാം പറ്റിക്കണം. ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാമേ. നമ്മളൊട്ടും വെള്ളം ഒഴിച്ചില്ല, പക്ഷേ ഇറങ്ങി വന്ന വെള്ളം കണ്ടോ? ആ ഇലയിലുള്ള വെള്ളമാണ് ഇത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച പരിപ്പാണേ. ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ചൂടുവെള്ളം ഒഴിക്കണേ. ഈ പരിപ്പാണ് ഞാൻ വേവിച്ചത്. ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് 1 സ്പൂണ് ക്രീമാണ്, ഫ്രഷ് ക്രീം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നെയ്യ്. അടച്ചു വെക്കാം. നെയ്യും ക്രീമും വേണ്ടിയവരിട്ടാൽ മതി. ഏറ്റവും നമുക്കൊന്ന് ഇച്ചിരി ചുവന്ന മുളകും കടുകും കൂടെ പൊട്ടിച്ചിടാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പും പാലക്കും നമുക്ക് ഒരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ കൊള്ളാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.